ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ ഞങ്ങൾ കാര്യമായിട്ട് വലിയ പ്ലാനിങ് ആയിരുന്നു. ടെൻബ്രിഡ്ജ് വെൽസിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാര്യമായിട്ടൊന്ന് കറങ്ങാനായിട്ട് പോകാമെന്ന്. കാരണം ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒന്ന് കറങ്ങാനായിട്ട് പോയിട്ടേ ഇല്ല വീട് മാറിയ ശേഷം. ആ ഒരു റീസൺ കാരണം ഇന്നലെ ഞാൻ എഴുതിയിട്ടും ഇല്ല ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുന്നേ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജി ആൻഡ് എസ്. ഈ ഒരു വലിയ ചെടിക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളം നനയ്ക്കണം. ഇന്നലെ ഞാൻ അതിനെ വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിനെ ചെടിച്ചട്ടിക്കകത്തെടുത്ത് വെക്കാമെന്ന് വെച്ചു. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് തന്നെ നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം കോഫിക്കുള്ള പാൽ അങ്ങോട്ട് വെക്കാനായിട്ട് പോവാണേ. 2-3 ദിവസമായിട്ട് എനിക്ക് നൂഡിൽസ് കഴിക്കണമെന്ന് ഭയങ്കര ക്രേവിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നൂഡിൽസ് ആക്കാമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ടെൻബ്രിഡ്ജ് വെൽസിലോട്ട് മാറിയ ശേഷം പിന്നെ നൂഡിൽസ് ഒന്നും ഉണ്ടാക്കി തിന്നിട്ട് പോലുമില്ല. എന്തായാലും ഈ പ്രാവശ്യം ഒരു വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം 4 സോസേജസ് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ 4 സോസേജസ് ഫ്രൈ ചെയ്തിട്ട് നൂഡിൽസിനകത്ത് മിക്സ് ചെയ്തൊന്ന് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് സോസേജസ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. അച്ചുവിന് സോസേജസ് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. സോസേജിനൂടെ ഇങ്ങനെ എന്തെങ്കിലും ഉള്ളിയോ അങ്ങനത്തെ അല്ല, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ആയിട്ട് രീതിയിലോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അച്ചു തിന്നത്തേ ഉള്ളൂ. അല്ല സോസേജ് തന്നെയായിട്ട് കൊടുത്തു കഴിഞ്ഞൊന്നും അച്ചു തിന്നത്തൊന്നുമില്ല. സോസേജ് ഫ്രൈ ആവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഞാൻ നൂഡിൽസ് എപ്പോഴും ഉണ്ടാക്കുമ്പം ഞാൻ സ്റ്റൗവിൽ ഉണ്ടാക്കാറില്ല. കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ വേറൊരു പാത്രത്തിൽ നൂഡിൽസ് അങ്ങോട്ട് പൊടിച്ചിട്ടിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് ആ സമയത്ത് നമുക്ക് നൂഡിൽസ് ഒരു ബൗളിനകത്ത് പൊടിച്ചൊക്കെ ഇടാം. ഈ ഒരു സമയം തൊട്ടാണ് നമ്മുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ട്വിസ്റ്റുകൾ അങ്ങോട്ട് നടക്കുന്നത്. കണ്ടോ, കെറ്റിൽ ഞാൻ ചൂടാക്കാനവിടെ വെച്ചിട്ടുണ്ട്, ലൈറ്റും കത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കെറ്റിലെ ലൈറ്റ് ഓഫ് ആവും എന്ന് വെച്ചാൽ കെറ്റിൽ ഓഫായി. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അച്ചു എന്തൊക്കെയോ വന്ന് നോക്കി, അച്ചുവിനെ മനസ്സിലായില്ല എന്താ നടന്നതെന്നുള്ളത്. എന്തായാലും പാല് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പാലിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കൂട്ടിനിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് ഞാൻ ആ പാട കണ്ടത്. എനിക്കാണെങ്കിൽ പാലിൽ ഈ പാട വരുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഞാൻ ആ പാടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും പാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഏകദേശം തിളയ്ക്കാറൊക്കെ ആയി കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്തായിരിക്കും കെറ്റിലിനെ പറ്റിയത്. കെറ്റിലിന് കേടായോ, ഇനി വേറെ കെറ്റിൽ മേടിക്കേണ്ടി വരുമോ, കെറ്റിലിന് കുറച്ച് പൈസ ആവത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കോഫി റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ചെറിയ രീതിയിലൊന്ന് കുളമായത്. സാരമില്ല, ഞാൻ ഓർത്ത് എന്തായാലും ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഓട്സ് ഇരിപ്പുണ്ട്. ഇനിയും പാല് തിളപ്പിച്ച് വല്ല ഓട്സ് ഉണ്ടാക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഞാൻ നടക്കുകയാണ്. പിന്നെ എനിക്ക് സോസേജ് അടുപ്പത്തിലിരുന്ന ഒരു ഓർമ്മയും വന്നു. അന്നേരം ഞാൻ ഓർത്ത് ഇനി സോസേജ് റാപ്പായിട്ട് തിന്നാലോ. പക്ഷേ എനിക്ക് നൂഡിൽസിൻ്റെ ക്രേവിങ്ങും മാറിയിട്ടില്ല. നൂഡിൽസ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ കെറ്റിലിനെ വേറൊരു പൊസിഷനിലിട്ട് ഞാനൊന്ന് ഓണാക്കാനായിട്ട് നോക്കി. കെറ്റിൽ ഓണാവുന്നില്ല. എന്താ പറ്റിയെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ഓർത്തുനിന്ന് പിന്നെ കെറ്റിൽ മൊത്തത്തിൽ അങ്ങ് കേടായി. എന്നാൽ പിന്നെ നമുക്ക് വെള്ളം മറ്റേ പാല് ചൂടാക്കുന്ന ആ ഒരു പാത്രത്തിലിട്ടിട്ട് സ്റ്റൗവിൽ അങ്ങ് ബോയിലാക്കാമെന്ന് വെച്ചു. ഒരു ക്രേവിംഗ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാവുമല്ലേ. ഈ ഒരു കാര്യം തൊട്ടാണ് രണ്ടാമത്തെ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഞാൻ സ്റ്റൗവിൽ അങ്ങോട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് നോക്കിയപ്പം സ്റ്റൗ ഓൺ ആവുന്നില്ല. ഗ്യാസ് പോകുന്നുണ്ട്, പക്ഷെ സ്റ്റൗ ഓൺ ആവുന്നില്ല. അവിടെ എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. 4 നോബ്സ് ഞാൻ കത്തിച്ച് നോക്കി. 4 നോബ്സിൽ ഗ്യാസ് പോകുന്നതെന്നല്ലാതെ ഓൺ ആവുന്നേ ഇല്ല. ചേട്ടാ, കെറ്റിലും പോയി, ഇപ്പം സ്റ്റൗവും പോയെന്നുള്ള രീതിയിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കമായെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നിന്ന സമയത്താണ് മനസ്സിലായത് കെറ്റിൽ കാരണം വീട്ടിൽ ട്രിപ്പായെന്നുള്ളത്. എൻ്റെ പൊന്നി, ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. കാരണം നമുക്ക് എന്താണെന്നോ ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ആ ട്രിപ്പാണെന്നുള്ള കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് വരിക എന്നുള്ളത്. കാരണം ഞങ്ങൾ ഓരോ സോക്കറ്റ്സ് ഓണാക്കി നോക്കിയിട്ടൊന്നും വർക്ക് ആവുന്നേ ഇല്ല. ഫ്രിഡ്ജ് പോലും ഓഫായിപ്പോയി, ഹീറ്റർ ഓഫായിപ്പോയി. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഇറങ്ങുന്നതിൻ്റെ മുന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ട്രിപ്പായെന്നുള്ളത്. എന്തായാലും MCB മറ്റേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കിയിട്ടാണ് ഞങ്ങൾ ചേട്ടയുടെ വീട്ടിലോട്ട് പോയത്. കാരണം ഓൾറെഡി അവിടെ പറഞ്ഞല്ലോ വീട്ടിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ബ്രൈറ്റിലോട്ടുള്ള ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും 12 മണിക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു. അരമണിക്കൂറേ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കിട്ടിയുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് പാക്ക് ചെയ്തു. ഉള്ള ഡ്രസ്സൊക്കെ കിട്ടിയിട്ട് ബ്രൈറ്റിലോട്ടുള്ള ബസ് കയറി. ഇപ്പോൾ ഞങ്ങൾ ബ്രൈറ്റിലാണ്. പിന്നെ ഞങ്ങൾ വേർത്തിങ്ങിലെത്തി. ഒരു 45 മിനിറ്റ്സേ ഉള്ളൂ വേർത്തിങ്ങിലോട്ടുള്ള ആ ഒരു ജേർണിയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ചേട്ടയുടെ വീട്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ചേട്ടയുടെ വീട്ടിലോട്ട് നടക്കാനായിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഫാമിലിയുടെ അടുത്താണല്ലോ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യത്തുള്ളൂ. കാരണം അത് കഴിഞ്ഞുള്ള ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒറ്റ ദിവസം മാത്രമേ ഈ ഒരു വീട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചു ഇവരിവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു വീട് പോലും കാണത്തില്ലായിരുന്നു പോകാനായിട്ട്. പെട്ടെന്നൊരു എമർജൻസി വന്നപ്പോൾ ആദ്യം വിളിച്ച ചേട്ടായിരുന്നു. പിന്നെ ചേട്ടയമ്മയ്ക്ക് ഞങ്ങൾ വരുന്നത് അറിഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഞങ്ങൾ വരുന്ന ആ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് ചേട്ടയെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
അതുപോലെ വിശന്നിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ കയറിയത്. ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ലഞ്ച് ടൈമായി. പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടെ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. സിറ്റി സെൻറ്ററിലെ ലൈറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. കഴിഞ്ഞ വർഷം ഞാൻ അച്ചു, പപ്പ, മമ്മി, സ്റ്റാൻലി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വേർത്തിങ്ങിൽ. അന്നേരം ചേട്ടായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ക്രിസ്മസ് ലൈറ്റൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു വേർത്തിങ്ങിലെ സിറ്റി സെൻറ്ററിൽ. ഈ പ്രാവശ്യം അവിടെ പോയപ്പോഴത്തേക്കും സെയിം ലൈറ്റ്സ് തന്നെയാണ് കണ്ടത്. അങ്ങനെ വേറെ വ്യത്യാസങ്ങളൊന്നും കണ്ടൊന്നുമില്ല. ആദ്യം ഞങ്ങൾ അങ്ങനെ പ്ലാനൊന്നും ഇട്ടില്ലായിരുന്നു നമുക്ക് വേർത്തിങ്ങിൽ അങ്ങനെ കറങ്ങാനായിട്ട് പോകാമെന്നൊന്നും. പിന്നെ അമ്മ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ കറങ്ങാനായിട്ട് വന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് കറങ്ങാൻ പോകാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ ലൈറ്റ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഡേ ടൈമിൽ വേർത്തിങ് സിറ്റി സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടയും ചേച്ചിയൊക്കെ എല്ലാവരും അവർ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ നൈറ്റ് ടൈം കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളുടെ കൂടെയാണ് ആദ്യമായിട്ട് അമ്മ നൈറ്റിലെ ആ ഒരു ലൈറ്റൊക്കെ കാണുന്നത്. ചേട്ടയുടെ വീട്ടിൽ നിന്ന് സിറ്റി സെൻറ്റർ ഒരു 10-15 മിനിറ്റ് ഉണ്ട് നടക്കാൻ. അപ്പോൾ അത്രയും നടന്നല്ലെന്ന് ഓർത്തുകൊണ്ട് അച്ഛൻ ഓർത്ത് അമ്മയ്ക്കൊരു കോഫിയൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന്, UK കോഫിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി അച്ഛൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കോഫി എവിടെ നിന്ന് മേടിക്കും. അപ്പോൾ നോക്കിയപ്പോഴാണ് ഗ്രെക്സ് അടുത്തായിട്ട് കണ്ടു. എന്നാൽ പിന്നെ അവിടെ നിന്ന് ഒരു കോഫി മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ കോഫി അല്ലെങ്കിൽ ടീ അങ്ങനെ പുറത്ത് പോകുമ്പോൾ എനിക്ക് കുടിക്കാനായിട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാത്രം മേടിച്ചില്ല. അവർ രണ്ടുപേര് 2 കോഫി മേടിച്ചങ്ങോട്ട് കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ പൊതുവേ എനിക്ക് ഈ കടുപ്പം കൂടിയ കാര്യങ്ങളൊന്നും കുടിക്കുന്നത് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മേടിക്കാതിരുന്നത്. പിന്നെ അമ്മ മേടിച്ച് കുടിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് മനസ്സിലായി UK കോഫിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ അത്രയും അടുപ്പമുള്ള കോഫിയൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തായാലും മേടിച്ചല്ലെന്ന് കുടിക്കാന്നുള്ള രീതിയിൽ അമ്മ മൊത്തത്തിൽ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർത്തുന്ന പിന്നെ KFC പോയി ബക്കറ്റൊക്കെ മേടിക്കാമെന്ന്. ഇന്നെന്തായാലും ഒരുമിച്ച് എല്ലാവരും KFC കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ബക്കറ്റൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 6 മണി 7 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആ ടൈമിലാണ് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിശന്നിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ KFCയുടെ ചിക്കൻ്റെ ആ ഒരു ചൂട് പോകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും കൂടെ അന്ന് നേരത്തെ കഴിക്കാമെന്നുള്ള രീതിയിൽ കഴിച്ചത്. ഇനിയിപ്പം 2 പിള്ളേരെ ഉറക്കാനായിട്ടാണ് ചേച്ചി നോക്കിയിരിക്കുന്നത്. കാരണം അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാമല്ലോ. അപ്പം ആദ്യം ഒരു മൂവിയൊക്കെ കാണാമെന്നൊക്കെ പ്ലാൻ ഇട്ടു. പിന്നെ അങ്ങനെ വലിയ താല്പര്യം തോന്നിയൊന്നുമില്ല മൂവി കാണാനായിട്ട്. പിന്നെ ചേട്ടായും അച്ഛനും ചേച്ചിയും ഇവർ 3 പേര് മൂവി പേഴ്സൺസ് ആണ് കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെയോ ഒരു മൂവി വെച്ചിട്ട് അവരെ TV മൂവി വെച്ചിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി അവരിയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പം കൊച്ചിനെ മാത്രമുള്ളൂ ഉറക്കാൻ. മൂത്തതിനെ ഉറക്കി, ഇനി കൊച്ചുറങ്ങണം. കൊച്ചുറങ്ങാൻ വേണ്ടിയാണ് ചേട്ടൻ ഈ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൊച്ചു ഉറങ്ങിയില്ല. കൊച്ചു ഉറങ്ങി വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. ചേച്ചിക്കാണെങ്കിൽ നാളെ രാവിലെ ഡ്യൂട്ടിക്കും പോകണം. അപ്പോൾ ചേച്ചിയും കൊച്ചും നേരത്തെ തന്നെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ ആയിരുന്നു ഹാളിലിരുന്ന് സംസാരം. പിന്നെ 4 പേരും 4 വഴിക്ക്. അപ്പം ഞാനും അമ്മയും കൂടി മുകളിലത്തെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. ഞങ്ങൾ 2 പേരും കൂടി കുറേ കഥകളൊക്കെ പറഞ്ഞ് മിണ്ടി വന്നപ്പോഴത്തേക്കും വെളുപ്പിന് 4 മണിയായി. അന്നേരമാണ് ഞങ്ങൾ 2 പേര് ഫോഴ്സ് ചെയ്ത് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്. ബൈ.